ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? ഞാനും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ വീഡിയോ കണ്ട് എല്ലാവരും ഞാൻ സ്ഥിരം അതാണല്ലോ ഇടുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ബോറടിച്ചിരിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് ആരും ലൈക്കൊന്നും തരാത്തത്. അപ്പം ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ആ ഒരു ചാറുകറിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഞാനിന്ന് വെച്ചേക്കുന്നത് ഒരു നമ്മുടെ വൻപയർ വേവിക്കത്തില്ലേ, ആ വേവിക്കുന്ന വെള്ളം ഞങ്ങളിവിടെ കളയാറില്ല. അത് ഞങ്ങളൊരു പൈറ്റുംപുളി എന്ന് പറയുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്, രസം പോണക്ക് തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഇട്ടിട്ട് കായവും ഉലുവാപ്പൊടിയും ഇട്ട് മൂപ്പിക്കും. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിടും, മുളക് പൊടി ഇടും. ഇത്രയും സംഭവങ്ങൾ ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പയറ്റുംപുളി ഉണ്ടല്ലോ, പയർ വേവിച്ച വെള്ളം, ആ വെള്ളം എടുത്തൊഴിക്കും. പിന്നെ നമ്മുടെ കറിക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുളിവെള്ളം ചേർക്കണം. അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്, നമ്മുടെ വാളൻ പുളി, ആ പുളിയാണ്. ആ പുളിവെള്ളവും ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കുക. പിന്നെ തിളച്ച് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ്. ഇപ്പോൾ രസം വെച്ചാലും എന്ത് കറിയല്ല, രസം വെച്ചാലും ഇതുപോലുള്ള കറി വെക്കുമ്പോഴും ഞാൻ ചെയ്യുന്നതാണ്. തിളച്ച് വരുമ്പോൾ ആ തിളച്ച് വരുന്നതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കും. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു, പാചകമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം ഒന്ന് പകർന്ന് വെക്കണമല്ലോ. പകർന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആകുമ്പോൾ അതും കൂടി നിങ്ങളെ അങ്ങ് കാണിക്കാം. പിന്നെ പാചകത്തിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ചോറൊക്കെ പകർന്നു കൊണ്ടുവന്ന് വെക്കണം. ചോറ് മാത്രം ഞാൻ മുന്നേ തന്നെ കറിയൊക്കെ പകർന്നു കൊണ്ടുവന്ന് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ചോറ് പകർന്നു കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അവിടെ നിന്ന് തുടങ്ങാമെന്ന് കരുതി. എല്ലാ പണിയും കൂടെ നമ്മൾ ഒരു ദിവസമായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയിട്ടുള്ളൊരു ദിവസമാണെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമെല്ലാം ശരിക്ക് കഴുകിയ ദിവസമാണ് കേട്ടോ. തുടയ്ക്കുകയും കഴുകുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ പെട്ടുപോയി. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടുക്കള, അതായത് പാദാമ്പുറം, ചോറൊക്കെ വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കഴുകണം. ഇല്ലെങ്കിൽ ഇതേപോലെ കായി പോകും. ഞാനിപ്പോൾ കഴുകിയിട്ടാണ്ട് ഒരു മാസത്തോളമായി. അതുകൊണ്ട് ശരിക്ക് ചാരവും കരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തേച്ചിളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വലിയ വിപുലമായിട്ടുള്ള അടുക്കളയൊന്നും അല്ലെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിലുള്ളൊരു കുഞ്ഞ് അടുക്കളയാണിത്. അപ്പോൾ നമ്മുടെ ആ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ നമ്മുടെ ആ കുഞ്ഞടുക്കളയാണെങ്കിലും നമ്മൾ അത്രയും വൃത്തിയായിട്ട് വെക്കുന്നതല്ലേ നല്ലത്. അപ്പം ഇങ്ങനെയുള്ള അടുക്കള പാദാമ്പുറം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് പറയുക, ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ തേച്ച് കഴുകുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ മുട്ടൻ പണി കിട്ടും. അങ്ങനെ ഭയങ്കര പാടായിരുന്നു കേട്ടോ, കരി ഇളകി വരാനൊക്കെ ആയിട്ട്. അങ്ങനെ എന്തായാലും ആ ഒരു പരിപാടി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ കഴുകാനുണ്ട്, കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ എല്ലാ അമ്മമാർക്കും, വീട്ടമ്മമാർക്കും, സ്ത്രീകൾക്കുള്ള ഒരു ജോലിയാണ് പാത്രം കഴുകലും തുണി കഴുകലും. അതൊരിക്കലും ചെയ്താലും തീരത്തില്ല അല്ലേ. എപ്പോഴും കാണും പാത്രം കഴുകാനും തുണി കഴുകാനും, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണും. അപ്പം ഞാൻ കരുതി എന്നാൽ പാത്രമൊക്കെ ഒന്ന് കഴുകാം. പാത്രമൊക്കെ കഴുകിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇനി ഒരുപാട് ക്ലീനിങ് ഉണ്ടല്ലോ അടുക്കളയിൽ തന്നെ. കുഞ്ഞടുക്കളയാണെങ്കിലും പക്ഷേ ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പാത്രമൊക്കെ കഴുകുകയാണ്. പാർത്തമ്മ സ്കൂളിൽ പോയേക്കാണ്. അവൻ വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെക്കണം. അങ്ങോട്ട് വന്ന് കയറുമ്പോഴേ അമ്മയെ വിശക്കുന്നതെന്നും പറഞ്ഞാണ് വരുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂടോ. അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ബോറടിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അയൽപ്പക്കത്തൊന്നും ഞാൻ അങ്ങനെ അധികം പോയിരിക്കാറില്ല. പിന്നെ അപ്പുറത്തുള്ളൊരു ചേച്ചി ഇങ്ങോട്ട് വരും, നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും പോവും, ഇരുന്ന് കാര്യം പറയുമോ. അവിടെ ആടൊക്കെയുണ്ട്, അവിടെയൊക്കെ പോയി നിന്ന് അവരെ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, പുറത്തെങ്ങും പോകുന്നില്ല. അപ്പോൾ ആകെപ്പാടെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ അത് ഞാൻ കരുതി എന്നാൽ ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്കിനി വേറെ ക്ലീനിങ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ക്ലീനിങ്ങും കൂടെ ഒരു ദിവസം ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ നടു ഒടിഞ്ഞു പോകും, ഉപ്പാട് വരും. അപ്പം അങ്ങനെ ഒരു പണി കിട്ടിയ ദിവസമാണ്. വൈകിട്ടായപ്പോഴത്തേക്കിനും എൻ്റെ പൊന്നേ, എൻ്റെ കാലനക്കാൻ വയ്യ, നടുവനക്കാൻ വയ്യ. കാരണം
പെരയ്ക്കകം എല്ലാം നന്നായിട്ട് തുടച്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യുന്ന ദിവസം അങ്ങ് ഭയങ്കര ത്വരയാണ്, എല്ലാ ജോലികളും ഒന്നിച്ച് ചെയ്ത് തീർക്കണമെന്ന്. പിന്നെ അങ്ങനെ ഒരുവിധം കഴുകലൊക്കെ കഴിഞ്ഞു. കഴുകിയാൽ മാത്രം പോരല്ലോ, നമ്മൾ ഈ പറക്കി വെക്കുന്ന പാത്രങ്ങൾ അതിൻ്റെ അടുക്കും ചിട്ടയായിട്ട് വെച്ചെങ്കിലേ കാണാനും ഒരു ഭംഗിയുള്ളൂ. അപ്പം ഞാൻ കരുതി എന്നാൽ അങ്ങനെയൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കാം. അങ്ങനെ ഒരുവിധം പാത്രം കഴുകലും അടുക്കി പറക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ പാത്രം കുറച്ച് പാത്രം ഞങ്ങൾ ഇത് വെച്ചിട്ടില്ല, കബോർഡ് വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാതെ അതിൻ്റെ ഉള്ളിൽ പാത്രങ്ങൾ ഞങ്ങളിങ്ങനെ കമത്തി വെക്കുകയാണ് ചെയ്യുന്നത്. താഴെ നമ്മുടെ സിങ്കൊക്കെ ഇരിക്കുന്നുണ്ട് താഴെ. അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ആഴ്ചയിലൊരിക്കൽ നമ്മളത് തൂത്തുവാരി ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പുകൾ കൂട് വെക്കും. പാത്രത്തിൻ്റെ അടിയിൽ ഉറുമ്പുകൾ മണ്ണ് വലിച്ചുകൊണ്ട് വന്നിട്ട് കൂട് വെക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ ഈ വേട്ടാളൻ അതൊക്കെ കൂട് വെക്കും ആ സിങ്കിൻ്റെ അവിടെ. ഇങ്ങനെ ഇതുണ്ടല്ലോ, പാതാമ്പരം എന്തുവാ ഒരു സംഭവം, അതിൻ്റെ ഉള്ളിലെല്ലാം വേട്ടാളനൊക്കെ കൂട് വെക്കും. അപ്പോൾ അതൊന്നും കൂട് വെക്കാൻ അനുവദിക്കരുത്. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ വേട്ടാളൻ കൂട് വെക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ആ മണ്ണൊക്കെ ഉറുമ്പ് കൊണ്ടുവന്ന് വലിച്ചു വെച്ചേക്കുന്ന മണ്ണൊക്കെ തൂത്ത് തുടച്ച് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ കുറേ പാത്രങ്ങൾ പറക്കി വെക്കണം. അതെല്ലാം അടുക്കി പറക്കി വെക്കണം. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനകം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് വാരണം. തൂത്ത് വാരിയിട്ട് തുടയ്ക്കണം. അപ്പം തുടയ്ക്കുന്നതിൻ്റെയെന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കള മാത്രം തുടയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളയിടം എല്ലാം കൂടെ തുടയ്ക്കുന്ന വീഡിയോ ഇത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറായിരിക്കും. കാരണം ഇത് തന്നെ വലിച്ച് നീട്ടി ചെയ്യുവാണല്ലോ, വേറെ ഒന്നും ഇല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളയിടം കൂടി കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും, തെറി വിളിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഭാഗം ക്ലീൻ ചെയ്യുന്നത് മാത്രം കാണിക്കുന്നത്. അപ്പം പാത്രങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാം അടുക്കി പറക്കി വെക്കുന്നതിനും വേണമല്ലോ ഒരു ഭംഗിയും ചെയ്യലും ഒക്കെ. അപ്പം അങ്ങനെ അടുക്കി പറക്കിയും കൂടെ വെക്കണം. അങ്ങനെ അടുക്കി പറക്കിയൊക്കെ വെക്കണം. ഭയങ്കര പാടാണ് കേട്ടോ, കുത്തിക്കൂനിയൊക്കെ ഇരുന്ന് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പറക്കിയാകും. ഇതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും പറയും, നിങ്ങൾക്ക് എന്താണ് ജോലി, സ്ത്രീകൾക്ക് എന്താണ് വീട്ടിൽ ജോലി? ഒരു ജോലിയില്ല. ഒരു കറി വെക്കണം, ഒരു ചോറ് വെക്കണം, പിന്നെ തൂത്ത് വാരണം, തുണി കഴുകണം, പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്നാണ് സാധാരണ പുരുഷന്മാർ ചോദിക്കുന്നത്. ഭർത്താക്കന്മാർ ഓരോ വീടുകളിലും ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ ജോലി എന്താണ്? പക്ഷേ നമ്മൾ ജോലിയൊന്നും കാണാനുമില്ല താനും, നമ്മൾ ചെയ്യുന്നത് കാണാനുമില്ല. പക്ഷേ നമുക്ക് ശരീരം കൊണ്ട് വയ്യാതാകുന്നതല്ലാതെ അവരോട് ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കത് വിശ്വാസമാവത്തില്ല. അപ്പം പക്ഷേ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീടിനെ ക്ലീനിങ്ങും പാചകവും എല്ലാം പുരുഷന്മാരെ ഏൽപ്പിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്, നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ പോട്ടെ, നമുക്ക് ഇത് കാണുന്ന ചേട്ടന്മാരും കൂടി ഒന്ന് മനസ്സിലാക്കണം, പെണ്ണുങ്ങളെല്ലാം വീടുകളിൽ ഇതേപോണക്കാണ് ചെയ്യുന്നത്, എല്ലാ സ്ത്രീകളും ഇതേപോണക്ക് തന്നെയാണ് വീടുകളിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ എല്ലാം അടുക്കി പറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വാരണമായിരുന്നു. അപ്പോൾ തൂത്ത് വാരിയതിന് ശേഷം പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഒരുവിധം എന്നെ കഴിയുന്ന പോണക്ക് തന്നെ എൻ്റെ അടുക്കള ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഉച്ചക്കത്തേക്ക് ചോറുണ്ട്, പിന്നെ ആ വൻപയറുണ്ടല്ലോ അത് തോരൻ വെച്ചതുണ്ട്, പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി അരച്ചതുണ്ട്, പിന്നെ നമ്മുടെ ആ പയറ്റുംപുളി ഉണ്ടല്ലോ, പയറിൻ്റെ വേവിച്ച വെള്ളം, അത് പയറ്റുംപുളി വെച്ചതുണ്ട്, പിന്നെ ചീനി പുഴുങ്ങിയതുണ്ടായിരുന്നു. ഇത്രയായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു.